2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 11-ാമത്തെ അധ്യായം. ഞാൻ നിങ്ങളെക്കുറിച്ച് എന്ന് ഞാൻ ഭയപ്പെടുന്നു. അടുത്ത വാക്യം കൂടെ. മറ്റൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഇന്ന് നമ്മൾ മണവാട്ടിയെ കുറിച്ച് പറയാൻ പോവാം. മണവാട്ടി പറഞ്ഞ മണവാട്ടി ഒന്നുകൂടെ പറഞ്ഞ മണവാട്ടി. അപ്പൊ ക്രിസ്തു എന്ന ഏക പുരുഷനെ വായിച്ച പറയും. 2-ാം വാക്യം. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവ് ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് പറഞ്ഞ ഏക പുരുഷൻ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കണം. യേശു കർത്താവിന്റെ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ പറയുക, നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. ഭാര്യ എന്നല്ല പറയുന്നത്, മണവാട്ടി എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഭാര്യയായി കഴിയുമ്പോഴും അത് മണവാട്ടി ആയിരിക്കുന്ന സമയത്ത് രണ്ടും രണ്ടാ. മണവാട്ടിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ? മിണ്ടിയില്ല. അപ്പൊ ക്രിസ്തുവിനോട് ഇങ്ങോട്ടേക്ക് ചുരുക്കി ഒരു വാക്ക് പറയാം. നമ്മൾ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞു. ഇനിയും വിവാഹത്തിന് നിശ്ചയത്തിനും ഇടയിലുള്ള ഒരു സമയത്തിലാണ് ദൈവസഭ ആയിരിക്കുന്നത്. അത്രയും മനസ്സിലായോ? വിവാഹത്തിനും നിശ്ചയത്തിനും ഇടയിലുള്ള ഒരു സമയം. ഈ സമയത്തെ സ്നേഹം അസാധാരണ സ്നേഹം. ഒരു പ്രത്യേക അവസ്ഥയിലാണ് ദൈവസഭയായിരിക്കുന്നത്. ചില കൊച്ചു കള്ളന്മാരൊക്കെ ചിരിക്കുന്നുണ്ട്. വിവാഹ നിശ്ചയത്തിനും വിവാഹത്തിനും ഇടയിലുള്ള ഒരു പ്രത്യേക സമയത്തിലാണ് ദൈവസഭയായിരിക്കുന്നത്. ആമേൻ. ഇനി മണവാളൻ വന്ന് വെളിപ്പാട് പുസ്തകം പറയുന്നത് പോലെ വിവാഹം നടക്കും, കാര്യങ്ങളൊക്കെ അങ്ങ് കൊണ്ടുപോകും. പക്ഷെ ഈ സമയത്ത് പിശാചിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും നിന്റെ വിവാഹം മുടക്കണം. എപ്പോഴും ഓർത്തോളം, വിവാഹ മുടക്കികൾ പൈശാചികമാണ്. നാട്ടിലെങ്ങ് പോയി ആരുടെ വിവാഹം മുടക്കാൻ പോകരുത്. കാരണം അത് ആരുടെ സ്വഭാവമാണ്? പിശാചിന്റെ. പിശാച് എങ്ങനെങ്കിലും ഈ ദൈവസഭയിലായിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും അകറ്റിക്കളയുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം. അപ്പൊ ഇവിടെ പറയുന്നു, നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ആമേൻ. അത്ര മനസ്സിലായോ? പിശാച് ഉപായത്താലായി ഇപ്പൊ ശ്രമിക്കുന്നത്. സഭയുടെ തുടക്കത്തിൽ അവൻ അലറുന്ന സിംഹം പോലെ, പത്രോസ് പറയുന്നത് പോലെ അലറുന്ന സിംഹം പോലെ വിവിധ രീതിയിൽ അവൻ പ്രവർത്തിച്ചു നോക്കി. പക്ഷെ പീഡനങ്ങൾ വന്നപ്പോൾ, സഭ വളരുന്നു എന്ന് മനസ്സിലായപ്പോൾ, അല്ലെങ്കിൽ പീഡനങ്ങൾക്ക് ദൈവസഭയെ മൃഗത്തിന്റെ മുമ്പിലോട്ട് എറിഞ്ഞു കൊടുത്തപ്പോഴും തിളച്ച എണ്ണയിലേക്ക് തള്ളിയിട്ടപ്പോഴും, ആമേൻ ഹല്ലേലൂയ, തലകീഴായി ക്രൂശിച്ചപ്പോഴുമൊന്നും ആദിമസഭയിലെ അപ്പോസ്തലന്മാർ തങ്ങളുടെ വിശ്വാസത്തെ തള്ളിപ്പറയാതെ അത് കണ്ടുകൊണ്ട് നിന്നവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് മാറാനാഥ, നമ്മുടെ കർത്താവ് വന്ന് നമ്മളെ ചേർക്കുമെന്ന് പറഞ്ഞ് അവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ പിശാചിന് മനസ്സിലായി, ഇതുകൊണ്ട് സഭയെ നശിപ്പിക്കുവാൻ കഴിയത്തില്ല. അപ്പൊ അവനെന്ത് ചെയ്തു? പണ്ടിറക്കിയ തന്ത്രം സർപ്പം ഹവ്വായെ ഉപായത്താൽ വഞ്ചിച്ചതുപോലെ. ആരെ? സർപ്പം ഹവ്വായെ. പിശാചി വന്ന് ഹവ്വായുടെ കഴുത്തിൽ പിടിച്ചിട്ട് പറയുകയല്ലായിരുന്നു പഴം തിന്നാൻ. സർപ്പം ഉപായം അല്ലെങ്കിൽ ഉപായം ചിന്തിച്ചു, അല്ലെങ്കിൽ ഉപായത്താൽ പറഞ്ഞ ഉപായത്താൽ. ഇന്നും തിരിച്ചറിയണം, പിശാച് നമ്മളെ തട്ടിക്കളയുവാൻ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിൽ നിന്നും അകറ്റിക്കളയുവാൻ ശ്രമിക്കുന്നത് ഉപായത്താലാണ്. ഏറ്റവും വലിയ പിശാചിന്റെ ഉപായം എന്ന് പറയുന്നത് ദുരുപദേശമാണ്. മനസ്സിലാകുന്നുണ്ടോ? പറഞ്ഞോട്ടെ, ദുരുപദേശം. ഞങ്ങളെ നിങ്ങളെ അറിയിച്ച ഈ സുവിശേഷത്തിന് വിപരീതമായി വേറെ ആരെങ്കിലും വന്ന് അവൻ സ്വർഗീയനാന്ന് പറഞ്ഞാലും അവൻ സഭയുടെ ശാപത്തിന് യോഗ്യനായി തീരും. ഇങ്ങോട്ട് നോക്കിയേ. അപ്പം ദുരുപദേശം പെരുകുക. നമ്മൾ വിചാരിക്കും നമ്മൾ കൈകൊട്ടുന്നുണ്ട്, പാടുന്നുണ്ട്, പല കൂട്ടായ്മകൾ കാണുന്നുണ്ട്, നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു ചിന്തിലിപ്പ. പക്ഷെ ഈ നെഞ്ഞെടുപ്പിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ചിന്തിക്കണം, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന് ഘടകവിരുദ്ധമായിട്ടാണോ പറയുന്നത്? അതിനാണ് പുസ്തകം തന്നിരിക്കുന്നത്. അത് പള്ളിയിൽ വരുമ്പോൾ മാത്രം കൊണ്ടുവരാനും വണ്ടിക്കകത്ത് വെച്ചിട്ട് പിന്നെ അടുത്ത വെള്ളിയാഴ്ച കൊണ്ടുവരാനും അല്ല. അത് തുറന്ന് ധ്യാനിക്കാനും ജീവിതം ക്രമീകരിക്കാനുമായിട്ട് തന്നിരിക്കുന്നത്. ക്രിസ്തു
ക്രിസ്തുവിന്റെ മണവാട്ടിയായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ആരുടെ മണവാട്ടി? ക്രിസ്തുവിന്റെ മണവാട്ടി. ഇവരൊക്കെ പറഞ്ഞ ക്രിസ്തുവിന്റെ മണവാട്ടി. അപ്പം മണവാട്ടിയുടെ ആഗ്രഹം മുഴുവനും എന്തിലായിരിക്കണം? നിങ്ങളത് പറ. ക്ഷീണമൊക്കെ വരുമ്പോഴും മണവാളനെ കുറിച്ചുള്ള ചിന്തയായിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ, മണവാട്ടി വിശ്വസ്തയാണെങ്കിൽ അവളെ പരിപാലിക്കുവാൻ മണവാളൻ വിശ്വസ്തനാണ്. അപരനെ നീ മോഹിക്കാതിരുന്നാൽ നിന്നെ ഞാൻ കൈവിടിക്കുന്ന പ്രശ്നമില്ല. അതാ ഞാൻ എപ്പോഴും പറയുന്നത്, നേരോടെ നടന്നാൽ മതി. അനുഗ്രഹത്തിന്റെ പുറകെ ഒന്നും പോകണ്ട, അനുഗ്രഹം നിന്റെ പുറകെ വന്നോളും. കാരണം നിന്നെ വിവാഹ നിശ്ചയം ചെയ്യിച്ച ആള്, അല്ലെങ്കിൽ നീ ആരോട് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു, ആ വ്യക്തി നിന്നെ പുലർത്താൻ ശക്തനുമാണ്, ബാധ്യസ്ഥനുമാണ്. അവിടെ മനസ്സിലായോ? പിടികിട്ടിയോ? അപ്പൊ ഇവിടെ നോക്കിയേ, അപ്പൊ മണവാട്ടിയുടെ ചിന്ത ആരെ കുറിച്ചായിരിക്കണം? നമ്മളൊന്ന് ചിന്തിച്ച് ചോദിക്കാം, നമ്മുടെ ചിന്ത ആരെ കുറിച്ചാണ്? നമ്മൾ ഇന്ന് രാവിലെ ഇവിടോട്ട് വന്നപ്പോൾ എന്തോ കാണാനാ വന്നേ? സത്യം പറ. നമ്മൾ ശരിക്കും നമ്മുടെ ആത്മമണവാളന്റെ പൊന്മുഖം കാണാനാണോ വന്നത്? അതാണോ പ്രാർത്ഥിച്ചു വന്നത്? അതോ മണവാളന്റെ കയ്യിലിരിക്കുന്ന ചില സാമഗ്രികളൊക്കെ കണ്ടുകൊണ്ടാണോ നമ്മൾ ഇറങ്ങിയത്? സ്തോത്രം. മിണ്ടിയുന്നില്ല, ആരും ഒന്നും പറയുന്നില്ല. എല്ലാവരും ചിന്തിക്കുകയാണോ? നമ്മൾ മണവാളനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അതാണ് ഇമ്പോർട്ടൻ്റ്. ഈ ലോകയാത്രയിൽ ഈ നമ്മുടെ എന്നാ പറയുന്നത്, വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രസംഗിക്കുന്നില്ല, ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടതിന് ശേഷം വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്രമാത്രം നമുക്ക് ഈ മണവാളനോടുള്ള സ്നേഹമുണ്ട്. ബാബുചായൻ പണ്ട് ഫോണൊന്നും ഇല്ലാത്ത സമയത്ത്, എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, ഷീജ ചേച്ചിയാണ് നേരിട്ട് മിണ്ടത്തില്ല, പക്ഷേ ബാബുചായൻ പറഞ്ഞതിൽ എഴുത്തുകളുടെ ബഹളമായിരുന്നതാണ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഷീജ ചേച്ചി കുനിഞ്ഞിരുന്ന് ചിരിക്കുന്നു. അതാണ് സ്നേഹം. മണവാളനെ കാണാൻ, അല്ലെങ്കിൽ ബാബുച്ചാനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് എപ്പോഴും കൈ പേന കിട്ടിയ ഉടനെ മണവാളനെ എഴുതുക. സമയം കിട്ടുമ്പോൾ പോസ്റ്റ് ചെയ്യും, പക്ഷെ എഴുതേണ്ടതെല്ലാം എഴുതി വെക്കുക. ഇപ്പൊ ആയിരുന്നു മിസ് കോൾ ആയിരുന്നു. കാരണം ചിന്ത ആരെക്കുറിച്ച് മാത്രമാ? ഓഫീസിലിരിക്കുമ്പോഴും മണവാളിനെ കുറിച്ച്, നടക്കുമ്പോഴും മണവാളിനെ കുറിച്ച്, എഴുന്നേൽക്കുമ്പോഴും മണവാളിനെ കുറിച്ച്, ഇരിക്കുമ്പോഴും എപ്പോഴും മണവാളനെ കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും വരുന്നത്? മണവാളൻ മാത്രമായിരിക്കും വരുന്നത്. അബ്രഹാം തൻ്റെ മകന് ഒരു പെൺകുട്ടിയെ എടുക്കാൻ പോകാൻ വേണ്ടി, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഈ ശ്രദ്ധയോടിരിക്കണം. നിങ്ങൾ ശ്രദ്ധയോടിരുന്നെങ്കിൽ ഇത് മനസ്സിലാവുള്ളൂ. ആവേശ കമ്മിറ്റി പറ്റത്തില്ല നമുക്ക്. അബ്രഹാമിന്റെ മകന് ഒരു പെൺകുട്ടിയെ വേണം. അപ്പം ഏലിയാസറിനെ പറഞ്ഞയച്ചിട്ട് അവിടെ പോയി പറയുന്ന അവിടെ ചെല്ലുമ്പോൾ തൻ്റെ കുടുംബത്തിൽ നിന്നും ബന്ധുക്കാരുടെ ഇടയിൽ നിന്നും ഒക്കെ ഒരാളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ പോയി കണ്ടിട്ട് അവക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരാൻ പറയണം. അങ്ങനെയല്ലേ പറഞ്ഞേ? അവക്ക് താല്പര്യമില്ലെങ്കിൽ നിനക്ക് ഈ നിയമത്തിൽ ബന്ധമുണ്ടാകത്തില്ല. ഉൽപ്പത്തി പുസ്തകം 24 പോയി വായിക്കുക. അവിടെ ചെന്നു, റെബേക്കയെ കണ്ടു, റെബേക്കയെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം വീട്ടിൽ ചെന്നു, കാര്യങ്ങൾ പറഞ്ഞു, റെബേക്കയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ആയി കൊള്ളാമെന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ റെബേക്കയുടെ വീട്ടുകാർ പറഞ്ഞു, ഒരു 10 ദിവസം കൂടി ഇവൾ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ എലിയാസർ പറഞ്ഞു, എനിക്ക് വിരോധമില്ല, അവളോട് ചോദിക്കാം. ഉടനെ അവൾ എന്നാ പറഞ്ഞേ? ഞാൻ പോവാന്ന് പറഞ്ഞു. ഇതാണ് കർത്താവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത്. ഒരു തീരുമാനമെടുത്താൽ പിന്നെ പുറകോട്ടൊരു നോട്ടമില്ല. കാരണം എൻ്റെ മുമ്പിലുള്ള മണവാളനാണ് എനിക്കെല്ലാത്തിനേക്കാളും വലുതെന്ന് പറഞ്ഞ് ഇറങ്ങുവാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ പലപ്പോഴും നമ്മൾ ഈ വിശ്വാസത്തിൽ ഇറങ്ങി. ബ്രദറെ, എന്നെ ഒന്ന് ആത്മാർത്ഥമായിട്ട് നോക്കിക്കേ, എത്ര സുന്ദരനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ നോക്കി നിന്ന് കേൾക്ക്. നമുക്ക് നിത്യതയെ കാണപ്പെടണം. ഞാൻ എന്തിനാണ് ഇത് പ്രസംഗിക്കുന്ന അറിയാമോ? കർത്താവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ സർപ്രൈസ് അടിച്ച് തലേ കൈവെക്കല്ലേ, ലോട്ടറി അടിച്ച പോലെ ആയിപ്പോയല്ലോ, ഒത്തിരി വീടൊക്കെ കിട്ടിയല്ലോ എന്ന് പറയാൻ ഇടവരരുത്. മനസ്സിലായില്ലേ? നമ്മുടെ പുതിയ വില്ലയൊക്കെ അവിടെ കിടക്കും, കുറേ പേരൊക്കെ പോകും, നമ്മളെല്ലാം കയറി താമസിക്കും. പക്ഷേ വേറെ ഞാൻ വരികയല്ല, ഞാനും പോകും. ഫ്രീ ആയിട്ട് കർത്താവ് കുറച്ച് വില്ല തന്നു. എന്നിട്ട് ഇതും നിങ്ങൾ പണിയാത്ത വീടുകളിൽ പാർക്കും.
സ്തോത്രം. മണവാളിനും മണവാട്ടിക്കൊക്കെ മനസ്സിലാകുന്നുണ്ടോ കാര്യങ്ങൾ? ഞാൻ അതിനുവേണ്ടിയാണ് ഇത് പറയുന്നത്. നമ്മൾ ഈ കയ്പുള്ളത് കലക്കിയെടുക്കുമ്പോൾ പ്രയാസമാണ്. അപ്പോൾ ശ്രദ്ധിച്ചോട്ടെ, അടുത്തേക്ക് നമുക്ക് എങ്ങനെ പോകണം? പൗലോസ് പറയുന്നത് വല്ല വിധേനയും നമുക്ക് പോകണം ബ്രദറെ. ഇല്ല പിന്നെ ഇവിടെ വന്നിട്ട് എന്നെ എടുക്കാനാ? നമുക്ക് വല്ല വിധേനയും അവിടെ പോകണം. അപ്പം നമുക്ക് ഈ മണവാളനേക്കാൾ സ്നേഹം മറ്റൊന്നിനോട് ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും പറയുന്നതാ, പക്ഷെ നമുക്കൊന്ന് രണ്ട് ടെസ്റ്റ് അടിച്ച് നോക്കാമുണ്ടോ? ഇപ്പം നാട്ടിലെ ഒരു ചെറുക്കനും പെണ്ണും അങ്ങ് സ്നേഹമാണെന്ന് വിചാരിച്ചു. ലവ് സ്റ്റോറി പറയുമ്പോൾ ഇവർ തമ്മിൽ സ്നേഹമായി. ഇതാണ് കർത്താവ് നമ്മളുമായിട്ടുള്ള ബന്ധം. ഇവർ തമ്മിൽ സ്നേഹമായി. ഇവർ കോളേജ് വിട്ടാലും എവിടെയെങ്കിലും ഒക്കെ എങ്ങനെയെങ്കിലും ഇവരുടെ ഒറ്റ ആഗ്രഹമുള്ളൂ, എങ്ങനെ ഇവനെ കാണണം, അവളെ കാണണം. അപ്പം ഇവരെന്ത് വില കൊടുത്തും കാണും. അവസാനം കാണാൻ പറ്റിയില്ലെങ്കിൽ അതിന് ഭയങ്കര നിരാശയാകും. ഞാൻ ചോദിക്കട്ടെ, സഭയിൽ വരാത്തതിന് നിരാശയുള്ള എത്ര പേരുണ്ട്? സഭയിൽ വരാത്തതിന് നിരാശയുള്ള എത്ര പേരുണ്ടെന്ന്? ഒരു സെൽ മീറ്റിംഗ് തുടങ്ങുമ്പോൾ മണവാളനെ കാണുന്നതിനും മണവാളിനെ കുറിച്ച് കേൾക്കുന്നതിനും ആണ് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് എങ്കിൽ നീ യഥാർത്ഥ മണവാട്ടിയാ. ആരും മിണ്ടിയില്ല. അർത്ഥം മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അയ്യോ, എനിക്ക് ഇന്നലെ ഒന്ന് മണവാളനോട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, സംസാരിക്കാൻ പറ്റിയില്ല. മണവാള എൻ്റെ ആരോഗ്യം തരണമേ, എനിക്ക് പൈസ തരണമേ, മണവാള. ഇതാ നമ്മുടെ മണവാട്ടി. എൻ്റെ പൊന്നെ, മണവാളന്റെ പോക്കറ്റ് മാത്രം നോക്കി ഇറങ്ങിയിരിക്കുന്ന മണവാട്ടി നീ ഒരു മണവാട്ടി അല്ല. ഇവിടെ നോക്കിയാൽ നമ്മൾ രാവിലെ 1/2 മണിക്കൂർ മണവാള എൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കണം, ഞാൻ വണ്ടി എടുക്കാൻ പോവാം, നീ ക്ലച്ച് ഔട്ടിക്കോളും, നീ ബ്രേക്ക് ഔട്ടിക്കോളും, എന്നെ സൂക്ഷിച്ചോളും മണവാള. എടാ, ഇത് മണവാളൻ അറിയാം. നീ മണവാളിനോട് കാര്യങ്ങളൊക്കെ ഇത് ചോദിച്ചേ. ഇപ്പം ഈ ചങ്ങനാശ്ശേരി NSS കോളേജിൽ പഠിക്കുന്ന ചെറുക്കനും പെണ്ണോട് അവരോട്ട് ഇറങ്ങി പുറത്തോട്ടിറങ്ങി ഇരിക്കുമ്പോൾ ഇവർ തമ്മിൽ ഒരു പ്രകാരത്തിൽ ഒന്ന് കണ്ടുപൊട്ടി സംസാരിക്കുമ്പോൾ എടാ മുട്ടായി മേടിച്ചാടാ, എടാ ചോക്ലേറ്റ് മേടിച്ചാടാ എന്നാണ് പറയുന്നത്. അത് മന്ദബുദ്ധിയാ. ഇവൻ വിചാരിക്കും അയ്യോ അബദ്ധം പറ്റിപ്പോയല്ലോ എന്ന് വിചാരിക്കും. മണവാളന്റെ ഉള്ളതല്ല നമുക്ക് വേണ്ടത്, നമുക്ക് വേണ്ടത് മണവാളനെ. ആരും മിണ്ടിയില്ലല്ലോ. മണവാളന്റെ ഉള്ളതല്ല നമുക്ക് വേണ്ടത്, നമുക്ക് വേണ്ടത് മണവാളനെയാ. ഒന്നിനെ പറഞ്ഞേ, മണവാളന്റെ ഉള്ളതല്ല എനിക്ക് വേണ്ടത്, എനിക്ക് വേണ്ടത് മണവാളനെയാ. അവനെന്റെ ആത്മ മണവാളനാ. എടാ, അവനുള്ളതൊക്കെ നിനക്കാടാ. നീ അത് രാവിലെ എഴുന്നേറ്റ് മണവാളനെ കാണണം. ഇത് നമുക്കുള്ള പേടിയാണെന്നറിയാ. പ്രാർത്ഥിച്ചില്ലല്ലോ ഇന്ന് പ്രശ്നമാകുമോ? ഒരു പ്രശ്നവും ആകുകയില്ല. നീ മണവാളന്റെ കൂടെ ഇരിക്കെ. യേശുവിന് വേണ്ടത് നിന്റെ പൈസയല്ല, യേശുവിന് വേണ്ടത് നിന്റെ സ്നേഹമാ. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഞാൻ പറയുന്നത്? നമ്മൾ ഈ ലോകത്തെ കർത്താവ് പറഞ്ഞു, ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്, നിങ്ങൾ എന്നെ മാത്രം സ്നേഹിക്കണം. പത്രോസേ, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായില്ലേ? ഈ ചെറുക്കനും പെണ്ണ് എന്ത് വില കൊടുത്തു അവർ കാണും. പിന്നെ നിങ്ങൾക്കറിയാമോ, ഇത് യഥാർത്ഥ എന്നെ പിടിച്ച പ്രേമമാണെങ്കിൽ കല്യാണം നടന്നില്ലേ അവർ ഒന്നിച്ചങ്ങ് ചാകും. നമ്മൾ എത്രയോ കഥകൾ കേട്ടിരിക്കുന്നു. അർത്ഥം ഇത്രമേ ഉള്ളൂ. ഇതാ നിനക്ക് യേശുവിനോടുള്ള ബന്ധമെന്ന് പറയുന്നത് ഒരു പ്രേമ ബന്ധമായിരിക്കും. കർത്താവിനേക്കാൾ അധികമായി നമ്മൾ എന്തിനെ സ്നേഹിച്ചാലും നമുക്ക് അവൻ്റെ മണവാട്ടിയാകാൻ പറ്റത്തില്ല. എന്നെ മിണ്ടാതെ പറ്റുമോ? അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ. അപ്പം അവർ തമ്മിൽ കണ്ടില്ലെങ്കിൽ അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും. ഞാൻ ചോദിക്കുന്ന ഒരാഴ്ച സമാധാനം മുടങ്ങിയ ഇറിറ്റേഷൻ ഉണ്ടോ? പക്ഷേ 2 ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ ജോലി പോകുമോ എന്നുള്ള ടെൻഷനുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആ ജോലിയിലെ ശമ്പളം കട്ടായി പോകുമോ എന്നുള്ള വിഷമമുണ്ട്, പേടിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചിന്തിച്ച് ഏതിനാണ് നമ്മൾ സ്നേഹം കൽപ്പിക്കുന്നത്? കർത്താവ് പറഞ്ഞത് എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയോ ഭാര്യയോ കുഞ്ഞിനെയോ തൊഴിലിനെയോ ഒന്നിനെയും നീ സ്നേഹിക്കാൻ പറ്റത്തില്ല. ഇതാണ് കാരണം. ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കണം. അതാണ് കർത്താവും പറയുന്നത്. നീ എൻ്റെ മണവാട്ടിയാ, നീ എന്നെ മാത്രമേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. എന്നേക്കാൾ അധികമായി ഞാൻ നിനക്ക് തന്നതിനെ സ്നേഹിക്കരുത്. അച്ഛനെ കൊണ്ട് മാറിയത് ഈ കാറ് മതി എന്ന് പറയുന്ന അമ്മാമയെ കൊള്ളാമോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അച്ഛൻ ചത്താലും അച്ഛൻ്റെ കിഡ്നി കൊടുത്താലും എനിക്ക് കാറ് മേടിച്ച എന്ന് പറയുന്ന അമ്മാമയെ തലക്കടിച്ചു പോലുണ്ടായോ? എടാ, സഭ അങ്ങനായി പോയി. സഭ ചോദിക്കുന്നത് കർത്താവിന്റെ കയ്യിലുള്ളതാ. എടാ, എന്റെ പ്രിയ മണവാള, നീ എപ്പോഴാ വരുന്നെന്ന് ഒരിക്കലെങ്കിലും ചോദിച്ചോ? നമ്മളെല്ലാം നമ്മുടെ സുഖത്തിനും നമ്മുടെ സൗകര്യത്തിനും നമ്മുടെ യശസ്സിനും നമ്മുടെ പ്രശസ്തിക്കും വേണ്ടി കർത്താവിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക.
എന്നാൽ ഇന്ന് പകൽ സഭ മാനസാന്തരപ്പെടണം. നീ ഒരു മണവാട്ടിയാണോ? നീ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിന്റെ ഭാര്യമാർ ചിന്തിച്ചാൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളെക്കാൾ അധികം വേറൊരു സ്ത്രീയെ സ്നേഹിച്ചാൽ, അല്ല ഭർത്താക്കന്മാരെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളെക്കാൾ അധികം വേറൊരാളെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? അങ്ങനെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ പുറകെ ഇറങ്ങിയപ്പോൾ അവൻ പറഞ്ഞു, നീ എന്റെ മണവാട്ടിയാ, നിന്നെ ഞാൻ വേർതിരിക്കാൻ വിവാഹനിശ്ചയം ചെയ്തു വെച്ചിരിക്കുക. നീ ലോകത്തിലുള്ളതിനെ അല്ല സ്നേഹിക്കേണ്ടത്, ഒന്നാമത് എന്നെ സ്നേഹിക്കണം. ഇതൊക്കെ നമുക്ക് കയ്യടിയൊന്നും വരത്തില്ല, കാരണം നമുക്ക് ജഡത്തിലുള്ളതൊന്നും വരുന്നില്ലല്ലോ. എടാ, നിന്നെ കാട്ടിലൂടെ വരുന്ന ഭൂതം, പുറത്തൂടെ ഇറങ്ങി വരുന്ന ഭൂതം, വട്ടം കറങ്ങി നിൽക്കുന്ന ഭൂതം, ഇതൊന്നും ആത്മാവല്ല. അതിന് പറയാം വേറെ ആത്മാവ്. അവിടെ എഴുതിയിട്ടുണ്ട്, പിന്നെ വരാം. എന്താണെങ്കിലും നമുക്ക് സ്വർഗത്തിൽ പോകണം. നിങ്ങൾ പോലും എനിക്ക് പോകണം. ഞാൻ ഇവിടെ പ്രസംഗിക്കൂ. സ്തോത്രം. ഇവിടെ പോയി. അപ്പം ഈ നമ്മുടെ വിവാഹ നിശ്ചയം ഇവിടെ നിൽക്കുന്ന 99 വിവാഹ നിശ്ചയം കർത്താവായിട്ട് കഴിഞ്ഞതാ. ഈ ചില വീടുകളിലൊക്കെ ഉണ്ട്, അച്ഛനും അമ്മമ്മ കല്യാണം കഴിച്ചു പോയല്ല എന്ന പോലെ ജീവിതം. ഇതുപോലെ പലരും ക്രിസ്ത്യാനായിട്ട് ഇപ്പം ജീവിക്കുന്നത്. ലൂലൂന്ന് കുറച്ച് സാധനം പേടിച്ചു കൊടുത്താൽ ഭർത്താവില്ല, അല്ലെങ്കിൽ കുറച്ച് ചോറ് വെച്ച് തേട തിന്നു എന്ന് പറഞ്ഞാൽ ഭാര്യയാകൂ, അതും ആകത്തില്ല. ഇതുപോലെ ചിലർ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വന്നു, ഒരു മാസം കഴിഞ്ഞപ്പോൾ അങ്ങ് മടുപ്പായി. ഇവൻ വിചാരിച്ചൊന്നും നടന്നില്ല, മണവാളിനെല്ലാം ഒന്നും കൊടുത്തില്ല. കൊടുക്കുമ്പോൾ മണവാളിനോട് അങ്ങ് ഇഷ്ടമാണ്, കൊടുത്തില്ലേ മണവാളിനെ വേണ്ട. അതൊരു സ്നേഹമാണോ ബ്രദറെ? ആണോ? ആണോ? ഒരിക്കലും അല്ല. മണവാളനേക്കാൾ അധികം, എന്നേക്കാൾ അധികം മറ്റൊന്നിനെയും സ്നേഹിക്കുവാൻ മണവാട്ടിക്ക് പെർമിഷൻ ഇല്ല. നമ്മൾ ആരുടെ മണവാട്ടിയാ? ഉറക്കെ പറ, ക്രിസ്തുവിൻ്റെ മണവാട്ടിയാ. മണവാട്ടിക്ക് എന്തേ ആഗ്രഹം ഉണ്ടാകാവുള്ളൂ? മണവാളനെ കുറിച്ച് മാത്രം ഒരാഗ്രഹം. ഇവിടെ നോക്കിയേ, ഈ ലോകത്തിലെ ബിസിനസ്സുകാരൻ്റെ ആഗ്രഹം മൊത്തം ബിസിനസ് വർദ്ധിപ്പിക്കണം. ഈ ലോകത്തിലെ ദൈവമക്കൾക്ക് ബിസിനസ് വേണ്ടാന്നോ ജോലി വേണ്ടാന്നോ ഉള്ള അല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് ദൈവം ഭൂമി ജോലി ഒന്നും ചെയ്തോ, പക്ഷെ നിന്റെ അൾട്ടിമേറ്റ് ഗോൾ ഇത് ഡബിളാക്കുന്ന കാര്യമാകരുത്. നിന്റെ അൾട്ടിമേറ്റ് ഗോൾ എൻ്റെ മണവാളിന് പ്രസാദകരമായ ഒരു ജീവിതമായിരിക്കണം. എന്നവർക്ക് ഇന്ന് പകൽക്കാലം എന്ത് സന്തോഷത്തോട് ആദ്യം പറയാൻ പറ്റും. മണവാളനിലുള്ള അവൻ ശർക്കര ഉണ്ട കണ്ടുകൊണ്ടല്ല മണവാളിനെ സ്നേഹിക്കുന്നത്. മണവാളൻ ആരാണ് ബോധ്യം വന്ന് അവനെ സ്നേഹിക്കാൻ പഠിക്കണം. മിണ്ടിയില്ലല്ലോ ആരും. മണവാളിനെ സ്നേഹിക്കണം. പറയും, മണവാളിനെ സ്നേഹിക്കണം, ഹൃദയപൂർവ്വം സ്നേഹിക്കണം, ഹൃദയത്തിനകത്തു നിന്ന് സ്നേഹിക്കണം. നമുക്ക് മണവാളിനേക്കാൾ അധികം മണവാളിനുള്ളതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് മണവാളനെയാ. നിങ്ങൾക്കറിയാമോ, ലോത്തിന്റെ ഭാര്യയുടെ കാര്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാ വായിക്കുന്നത്? ലോത്തിന്റെ ഭാര്യ, അവിടുന്ന് ലോത്ത് മുഖാന്തരം ഭാര്യ രക്ഷപ്പെട്ട് ഇറങ്ങി വരുമ്പോൾ എന്തു പറ്റി? അവൾ വിട്ടതിലേക്ക് തിരിഞ്ഞു നോക്കി. അവൾ ആ ഉപേക്ഷിച്ചിട്ട് പോകുന്നതിലേക്ക് അവരുടെ മോഹം വീണ്ടും വന്നു. എപ്പോഴും സ്ത്രീകൾക്ക് അങ്ങനെ മോഹം വരുന്നു. അയ്യോ, അവിടെ കിടക്കുന്ന എൻ്റെ പഴയ ആ ലെഗിൻസ് എന്ന് ചിന്തിച്ച് അവൾ വീണ്ടും അങ്ങോട്ടൊന്ന് പോകാൻ തുടങ്ങി. അങ്ങനെ പലതും അവൾ ചിന്തിച്ച് പുറകോട്ട് തിരിഞ്ഞു നിന്നപ്പോൾ എന്ത് പറ്റി? ഉപ്പുതൂറ് പോലെ ആയിപ്പോയി. രക്ഷപ്പെടാൻ പറ്റിയില്ല. അമ്മാമ്മമാരെ അച്ചായന്മാരെ വിട്ടതിലേക്ക് നീ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ നിന്റെ അവസ്ഥ അത് തന്നെയായിരിക്കും. മറിച്ച് കാഹളമൂതുമ്പോൾ പൊങ്ങിപ്പോകണമെങ്കിൽ വിട്ടെന്ന് പറഞ്ഞ് അവൻ ഞാൻ വിട്ട ബന്ധങ്ങൾ വിട്ടു, ഉപേക്ഷിച്ചു. ഇന്ന് എനിക്ക് അവനെ മാത്രം പ്രസാദിപ്പിച്ചാൽ മതി. അവന്റെ എന്റെ ആത്മീയമായ യേശു അവനെ മാത്രം പ്രസാദിപ്പിച്ചത് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുന്നതാ മണവാട്ടി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമ്മേ, നമ്മൾ യേശുവിനോട് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞേ, എന്ത് കളയുമെന്ന് പറഞ്ഞേ. മോനെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു വശലായി പോകും. എന്ന് വെച്ചാൽ ക്രിസ്തുവിനോടുള്ള ഡിവോഷൻ, അല്ലെങ്കിൽ എനിക്ക് ക്രിസ്തു ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പക്ഷെ പിശാച് ആ ഇമ്പോർട്ടൻസ് നമ്മളിൽ നിന്നും എടുത്തു മാറ്റുവാൻ നോക്കും. ആ ഇമ്പോർട്ടൻസ് എടുത്തു മാറ്റി പണത്തിലോട്ടോ, ആ ഇമ്പോർട്ടൻസ് എടുത്തു മാറ്റി അവൻ ഭാര്യയിലേക്കോ, ആ ഇമ്പോർട്ടൻസ് എടുത്തു മാറ്റി ഭർത്താവിലേക്കോ, ആ ഇമ്പോർട്ടൻസ് എടുത്തു മാറ്റി ജോലിയിലേക്കോ ഒക്കെ ആക്കാൻ നോക്കും. ഇവിടെയാണ് പിശാച് തന്ത്രം മെനയുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പൈസ തന്നാൽ 2 കൈ നീട്ടി മേടിച്ചോ, എന്നിട്ട് കർത്താവിന് വേലയ്ക്ക് കൊടുക്കുക. സ്തോത്രം. കർത്താവ് നിങ്ങൾക്ക് തരുന്നതൊന്നും കളയേണ്ട, മേടിച്ചോ. പക്ഷെ എല്ലാം കർത്താവ് തരുന്നു എന്ന് പറയുകയും പാടില്ല. സ്തോത്രം. നിങ്ങൾ കർത്താവിനേക്കാൾ അധികം പണത്തെ സ്നേഹിച്ചിട്ട് പണം വന്നാൽ അതിന്റെ അർത്ഥം കർത്താവിനൊന്നുമല്ല. മറിച്ച് എനിക്ക് പണമല്ല വലുത്, എനിക്ക് കർത്താവാ വലുത്. ഞാൻ ഉറക്കത്തിലും പണം ഉണ്ടാക്കുന്ന കാര്യമാണോ ചിന്തിക്കുന്നത്? അല്ല, നീ അതല്ല ചിന്തിക്കുന്നത്. നീ ചിന്തിക്കുന്നത് എന്റെ മണവാളനെ പ്രസാദിപ്പിക്കുന്ന കാര്യം. അത് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ വേറൊരാളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഭാര്യ അറിഞ്ഞാൽ എന്തൊരു തെറ്റാണ്? ഇതുപോലെ
അതുപോലെ കർത്താവ് പറഞ്ഞു, നീ ലോകത്തിലുള്ളവരെ സ്നേഹിക്കരുത്, എന്നിട്ട് രാത്രി കിടന്ന് ലോകത്തിലെ കാര്യങ്ങൾ ആലോചിക്കുന്നത്. അതെന്ത് ചെയ്യണം, ഇതെന്ത് ചെയ്യണം, അതെന്ത് ചെയ്യണം, ഇതെന്ത് ചെയ്യണം, അതെന്ത് ചെയ്യണം, ഇതെന്ത് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്കും അറിയാം. അതെന്ത് ചെയ്യണം, ഇതെന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ നീ മനസ്സിലാക്കിക്കോ, നീ ക്രിസ്തുവിനേക്കാൾ അധികമായി അതിനെയും ഇതിനെയാ സ്നേഹിക്കുന്നത്. സ്തോത്രം. ക്രിസ്തുവിനേക്കാൾ അധികം മറ്റെന്തിനെങ്കിലും സ്നേഹിച്ചാൽ പോകുന്ന കാര്യം പ്രയാസമായിരിക്കും. ആമേൻ, ആമേൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നിങ്ങൾ എൻ്റെ പ്രസംഗം കേട്ടിട്ട് എന്നെ സ്നേഹിക്കൊന്നും വേണ്ട. നിങ്ങൾ എന്നെ വീട്ടിലോട്ടും വിളിക്കണ്ട, ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നുമില്ല. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഈ പ്രസംഗം കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്രിസ്തുവിനോട് ചൂടുന്ന സ്നേഹമാണ്. മണവാളിനോട് അല്പം കൂടെ സ്നേഹം വരണം, മണവാളിന്റെ കൂടെ ജീവിക്കണമെന്നൊരു ആഗ്രഹം വരണം. അതാണ് പ്രസംഗത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ഇന്ന് പകലും പറയട്ടെ, ക്രിസ്തു എന്ന ഏക പുരുഷൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. നിന്നെ വഞ്ചിക്കുവാൻ പിശാച് പലരും നോക്കും. നിനക്ക് പണത്തോടാ ഇഷ്ടമെങ്കിൽ പണം കാണിച്ചു നിന്നെ പ്രോത്സാഹിപ്പിക്കും. നിനക്ക് എന്താ താല്പര്യം എന്നുള്ളത് പിശാച് അറിയാം, അത് നിന്നെ കാണിച്ച് അതിനകത്ത് നിന്നെ മയക്കിയിടുവാൻ നോക്കും. എന്നാൽ നീ ഒരു പാതിവൃത്യമുള്ള അല്ലെങ്കിൽ ഭർത്താവിനെ മാത്രം സ്നേഹിക്കുന്ന ഒരു സ്ത്രീ മണവാട്ടിയായി മാറണം. പിശാച് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അതും കാണിക്കുമ്പോൾ അതിനകത്ത് നിന്റെ മനസ്സ് മയങ്ങി പോകാൻ പാടില്ല. സ്വത്രം, സ്വത്രം. ചുമ്മാ ഒരു സ്വത്രം പറഞ്ഞു ക്ഷീണമൊക്കെ മാറും. കൈ ഉയർത്തി ഒരു സ്വത്രം പറ. അപ്പം മണവാളനെ മാത്രം കാത്തിരിക്കുന്ന ഒരു മണവാട്ടിയായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഒരു വാക്യം കൂടെ വായിക്കാം. ഇവിടെ പറയുന്നു, സങ്കീർത്തനങ്ങളിൽ നിന്ന് ഒരു വാക്യം. എന്താണ് സങ്കീർത്തനങ്ങൾ 27:4 വാക്യം വായിച്ച ആരെങ്കിലും ശബ്ദം. സങ്കീർത്തനം 27:4. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, കർത്താവേ ഒരു BMW തരണേ നല്ല അപേക്ഷിച്ചത്. ഒന്ന് വായിച്ചേ. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. ആ അപേക്ഷ കാര്യം എന്തുവാ? എന്താ നമ്മൾ അപേക്ഷിച്ചത്? ഞാൻ ചോദിക്കട്ടെ, കർത്താവേ നിന്റെ സ്വഭാവം എന്നിലേക്ക് തരണേ നിന്നലെ പ്രാർത്ഥിച്ച് എത്ര ദൈവമക്കളുണ്ട്? ഇന്നലത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേ, പണങ്ങാതെ ശ്രദ്ധിക്കുക ബ്രദറെ. ഇന്നലത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ കർത്താവിനോട് നമ്മൾ കർത്താവുമായിട്ട് റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിച്ചായിരുന്നോ? അതോ മണവാളന്റെ പോക്കറ്റിലെ പേഴ്സിൽ കിടക്കുന്നത് മാത്രമാണോ? പോക്കറ്റ് അടിക്കുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. മണവാളന്റെ പോക്കറ്റിൽ കിടക്കുന്നത് മാത്രമാണോ ഉദ്ദേശിച്ചത്? ആകരുത്. ദാവീദ് പറയാ, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, എനിക്ക് 2 BMW, നാട്ടിൽ 2 വീടുണ്ട് കർത്താവേ, അതിന് ഒന്നുകൂടെ വിശാലതയിലേക്ക് വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നല്ല നീ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, കർത്താവേ. ചിലരൊക്കെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു, 1 ഏക്കറുണ്ടോ, നീ 2 ഏക്കർ വേണ്ട നിനക്ക് വരുമെന്ന്. നീ ചോദിക്കേണ്ടതാണ്, എന്തിനാ ഇത് ചോദിക്കുന്നത്? 1 ഏക്കർ നിനക്ക് ജീവിക്കാനും കിടക്കാനും ഇല്ലേ? കർത്താവ് പറയും, ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക, ബാക്കി വേണമെന്ന് പറയരുത്. എന്നാ പിന്നെ നിങ്ങളുടെ ബാക്കിയല്ല എനിക്ക് എന്നേക്കെന്ന് പറയല്ലേ. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അതാര് പഠിപ്പിച്ചതാ? മണവാളം പഠിപ്പിച്ചതാ. മണവാളം പഠിപ്പിച്ചതിന് വിരുദ്ധമായിട്ട് പഠിപ്പിക്കാൻ പാടുണ്ടോ ബ്രദറെ? കർത്താവ് പറയും, ഭൂമിയിൽ നിനക്ക് സ്വത്ത് സ്വരൂപിച്ച്, ബ്രദറെ നമുക്ക് ചില ബുദ്ധിയൊക്കെ വേണ്ടായോ, കുറച്ചൊക്കെ സ്വരൂപിച്ച് വെക്കണം എന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ അർത്ഥം എന്തോ ഉപദേശമാ? എന്തോ അച്ചാച്ചന്മാരൊന്നും മിണ്ടാത്ത? എനിക്കാരും ഒന്നും തരണമെന്ന് പറഞ്ഞില്ല, നിങ്ങൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞ് സമ്മതിച്ചാൽ മതി. എന്തോ അതിനർത്ഥം? കർത്താവ് പറഞ്ഞു, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിച്ചു. അതിനപ്പുറത്തോട്ട് മോഹിപ്പിക്കുന്ന പ്രസംഗം ദുരുപദേശമല്ലേ? ആണോ അല്ലയോ? ഒന്നും അല്ലേ, ആണാ പെണ്ണാന്ന് പറ അല്ലേ? ശരി. അപ്പം ദാവീദ് തന്നെ പ്രാർത്ഥിച്ചേ, 2 BMW, പഴയ വീടിന്റെ ഒരു 4000 സ്ക്വയർ ഫീറ്റ് ഉള്ള കർത്താവേ, മീറ്ററാണോ ഫീറ്റാണോ വരുന്നത്, പോട്ടെ, ഒരു 3000 കൂടെ പോകട്ടെ എന്നാണ് ദാവീദ് പ്രാർത്ഥിച്ചത്. അല്ല, എടാ ജാതികളായി ഇത് അന്വേഷിക്കുന്നത്. നീ എന്തന്വേഷിച്ചാ യേശുവിന്റെ പുറകെ വന്നത്? യേശു പറഞ്ഞു, നീ മുന്നേ എന്റെ രാജ്യവും നീതി അന്വേഷിക്കുക. എന്തു തിന്നും, എന്തു കുടുക്കും, എവിടെ കിടക്കും, എങ്ങനെ കയറും, ഏതുടുക്കും എന്ന് വിചാരിക്കുന്നത് ആരാണോ പറഞ്ഞത്? എടുത്തേ മത്തായിയുടെ ഗിരിപ്രഭാഷണം എടുത്തേ പെട്ടെന്ന് വായിക്കും. അവസാനം വേണ്ട, മത്തായിയുടെ 6-ാമത്തെ അധ്യായത്തിലാന്ന് തോന്നുന്നു. വായിച്ചേ. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കും, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഏതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞേ? ഉണ്ണാനും ഉടുക്കാനും ഉള്ളത് നിനക്ക് തരും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം. 25-ാമത്തെ വാക്യം വായിച്ച. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, 24 വായിച്ചേ. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുന്നില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ. മാമോൻ എന്ന് പറഞ്ഞ തെക്കേപ്പറമ്പിലെ പുള്ളിയുടെ പേരല്ല. മാമോൻ എന്ന് പറഞ്ഞ പണത്തെയാണ് കാണിക്കുന്നത് മാമോൻ. അപ്പൊ എന്തോ, നിങ്ങൾക്ക് ഒരു സമയത്ത് കർത്താവിനെയും പണത്തെയും സ്നേഹിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്ത. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് തിന്നും,
എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തൊടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ടെന്ന് മണവാളന്റെ ചുമതലയായത്. മണവാളന്റെ ചുമതലയാ. എടാ, ഉത്തരവാദിത്തമുള്ള ഭർത്താവാണ് വീട്ടിൽ എന്നാന്നുള്ള മേടിച്ചു കൊടുക്കും. ഞാൻ വിചാരപ്പെടാൻ പോയ ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. വചനം അനുസരിക്കാന്ന് പറഞ്ഞ് വിശ്വസിച്ചോ. അത് മാത്രമല്ല ബ്രോ, ഇതുകൂടുണ്ട്. എന്താണെന്നറിയാമോ? നീ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. നീ മര്യാദയ്ക്ക് വിശുദ്ധി സൂക്ഷിച്ച് മണവാളനെ ധ്യാനിച്ച് നീ ജീവിക്ക്. അവൻ നിന്നെ പുലർത്താൻ മതിയായവൻ. വിശ്വസിക്കാൻ പ്രയാസമാണ് ഇന്ന് പകൽക്കാലം. ഇതാ കുഞ്ഞുങ്ങളെ ക്രിസ്ത്യ ജീവിതം. സൂപ്പർ നാച്ചുറൽ എന്നൊക്കെ പറയുന്നത് ഇതാണ്. എന്നാ പറഞ്ഞത്? നിങ്ങൾക്കൊരു അവരുടെ എല്ലാം ജോലി പോകുന്നല്ലോ, നിങ്ങൾക്കൊരു വിചാരമില്ല. എന്നെ പറഞ്ഞത് എന്നോട് മണവാളം പറഞ്ഞിട്ടുണ്ട് വിചാരപ്പെടണം. അങ്ങനെ പറഞ്ഞാൽ നിന്റെ കാര്യം ഓക്കെ ആകും. മറിച്ച് അവൻ വിചാരപ്പെടുന്നതിന് മുമ്പ് എന്റെ ബ്രദറെ നിന്റെ പോയോ എന്നെ പോകാതിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ നീ പിന്നെ എന്തിനാ ഇറങ്ങിയത്? എടാ, അവനെ പോലെ ചിന്തിക്കാനല്ല നമ്മളെ ദൈവം വിളിച്ചത്. ആരും വേണ്ടത് എന്നോട് കലിപ്പാണോ എല്ലാവരും? അവനെ പോലെ ചിന്തിക്കാനല്ല നമ്മളെ വിളിച്ചത്. ഒന്ന് പറഞ്ഞേ, ഒരു ചൊറി വരുമ്പോഴത്തേക്ക് ക്യാൻസർ ആണോ എന്നൊന്ന് പറയുക. നമ്മൾ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല ബ്രദറെ. അവൻ സൗഖ്യമാക്കാൻ മതിയായവനാ. എന്റെ മണവാളന്റെ കയ്യിലില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. അവൻ എന്നെ നടത്തുവാൻ മതിയായവനാ. അവൻ എന്നെ പുലർത്താൻ മതിയായവനാ. അവൻ വിശ്വസ്തനാണ്. അത് വിളിച്ചു പറയാനുള്ള ധൈര്യം ചങ്ങോട്ടം നമ്മൾ കാണിക്കണം. അതെ, വാക്കുകൊണ്ട് മാത്രമല്ല നമ്മൾ പ്രവൃത്തിയിലും കാണിക്കണം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്ന് അടുത്തേക്ക് കൈ കൊടുത്ത് ഒന്നുകൂടെ പറഞ്ഞേ. പറ, ഞാൻ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. പറ, അടുത്തേക്ക് ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. എന്റെ അച്ഛ, നമ്മുടെ കർത്താവിന് ഇപ്പം അയ്യോ കല്യാണമൊക്കെ ഉറപ്പിച്ച് അച്ഛന് സൗദിക്ക് പോയിട്ട് ജോലിയില്ല, മരുഭൂമിയിൽ ആടിനെ തീറ്റുകയാണെങ്കിൽ കഷ്ടതയാന്ന് പറയാം, കാശൊന്നും വായിച്ചു വരികയെന്ന് പറയാം. പക്ഷെ നമ്മുടെ മണവാളൻ അത്യുന്നതനാ. അവന്റെ കയ്യിൽ ഇല്ലാത്തതൊന്നുമില്ല. നിന്നെ പുലർത്താൻ അവൻ മതിയായവനാ. സ്വത്രം. അപ്പൊ ആകയാൽ എന്തിനും എന്ത് കുടിക്കും എന്തിനും നിങ്ങൾ വിചാരപ്പെടരുത്. അടുത്ത വാക്യം, സ്വർഗ്ഗസ്ഥ ഈ വകയൊക്കെയും ആരന്വേഷിക്കുന്നു? ഉറക്കെ പറ, ഇതാരന്വേഷിക്കുന്നു? ഈ വകയൊക്കെ ആരന്വേഷിക്കുന്നു? ആരുടെയോ ജോലി പോകുമ്പോൾ നിന്റെ ജോലി പോകുമോ എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന സഹോദര അല്ലെങ്കിൽ സഹോദരി, എന്നോട് ജോലി പോകുന്നു പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കണ്ട. എന്റെ വായിൽ വന്നത് വിളിച്ചു പറയുന്നതേ ഉള്ളൂ. അവൻ അങ്ങനെ ഭാരപ്പെട്ടിരിക്കേണ്ട ആവശ്യം നിനക്കില്ല. കാരണം നിന്നെ പുലർത്തുന്നത് ഇവിടുത്തെ കമ്പനിയല്ല, ഇവിടുത്തെ നാച്ചുറലായ കാര്യങ്ങളല്ല. നിന്നെ പുലർത്തുന്നത് അത്യുന്നതമായ ദൈവമാണ്. അത് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ആ കൈകൾ ഉറങ്ങാതെ അടിച്ച് സ്വത്രം ചെയ്ത് നോക്കിയേ. ഈ വകയൊക്കെ ആരന്വേഷിക്കുന്നു? അപ്പൊ ഞാൻ ജാതിയാണോ അല്ലയോ എന്നറിയാൻ എന്ത് വേണം? എടാ, മലയാളത്തിൽ ഞാനിവിടെ ബന്ധം ഓക്കെ ആണെങ്കിൽ സംഭവം ഓക്കെയാണ്. എടാ, ഞാനും എന്റെ ഭാര്യയോടുള്ള ബന്ധം ഓക്കെ ആണെങ്കിൽ അവർക്കറിയാം ഇങ്ങനെ പാല് തീരുമ്പോൾ മേടിച്ചോണ്ട് വരും, ഇങ്ങനെ സാധനം തീരുമ്പോൾ കൊണ്ടുവരും. ഇതിനു വേണ്ടി മാത്രം അങ്ങനെ സ്നേഹിക്കേണ്ട ആവശ്യമില്ല. ബന്ധം ഓക്കെ ആയാൽ മതി. കാര്യങ്ങൾ ബന്ധം ഓക്കെ ആക്കിക്കോളും. നടക്കുന്നവർക്ക് നന്മയ്ക്ക് കുറവ് വരികയില്ല. ആമേൻ, ആമേൻ, ആമേൻ. ഇതിന് പകരം ഞാൻ വേറെ വല്ലതും പ്രസംഗിപ്പിച്ച് നിങ്ങളെ ചാടിപ്പിച്ച ചാട്ടമേ നടക്കുള്ളൂ. മറിച്ച് ഇത് പ്രാക്ടിക്കലാക്കിയ നിന്റെ ജീവിതം സുരക്ഷിതമായി മാറും. LIC ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നിന്റെ ജീവിതം ക്രിസ്തുവിലായ, ലൈഫ് ഇൻ ക്രൈസ്റ്റ് ആയ നിന്റെ കാര്യം ഓക്കെ ആയി എന്നായി അർത്ഥം. കാരണം ഇവിടെ പറയുന്ന അടുത്ത വാക്ക് കേട്ടോ, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. എന്തൊക്കെ? ആരെനിക്ക് വീട് വെച്ചത്, ആരെനിക്ക് പറമ്പ് മേടിച്ചത്, അയ്യോ അതെനിക്ക് കിട്ടുമോ, ഇതെനിക്ക് കിട്ടുമോ, അത് പോകുമോ, ഇത് പോകുമോ, ഇതൊക്കെ ആരന്വേഷിക്കുന്നു? ദൈവത്തിൽ വിശ്വാസമില്ലാത്തവൻ അന്വേഷിക്കുന്നു. ദൈവത്തിൽ വിശ്വാസമുള്ളവൻ പറയും, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്റെ ആവശ്യങ്ങളെ അറിയുന്നുണ്ട്. അവൻ അതിന്റെ സമയത്ത് എനിക്ക് വേണ്ടി നടത്തും. അവൻ ആകാശത്തിലെ പക്ഷികളെ പുലർത്തുന്നെങ്കിൽ, അവൻ പറവകളെ പുലർത്തുന്നെങ്കിൽ, കാട്ടിലെ മൃഗങ്ങൾക്ക് അവൻ ആഹാരം കൊടുക്കുന്നെങ്കിൽ, അവൻ തന്നെ മണവാട്ടി കൊടുക്കാതിരിക്കുമോ? ഹല്ലേലൂയ. നമ്മൾ ഇതിനെ ഒന്നുമല്ല സ്നേഹിക്കേണ്ടത്. ആമേൻ. നമ്മൾ ആരെയാ സ്നേഹിക്കേണ്ടത്? നമ്മുടെ സ്നേഹം ഒന്ന് വർദ്ധിക്കട്ടെ ബ്രദറെ. ദാവീദ് പറഞ്ഞതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചേ. 27 സങ്കീർത്തനം ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ യഹോവയുടെ ഒരു കാര്യമേ അപേക്ഷിച്ചുള്ളൂ. ആമേൻ. പറ, ഞാനും ഒരു കാര്യം അപേക്ഷിക്കാൻ പോവാ. ആമേൻ. ഞാനും ഒരു കാര്യം അപേക്ഷിക്കാൻ പോവാ. മണവാട്ടി, ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥ മണം ഇവിടെ അച്ചായന്മാർ ഭാര്യമാർ നാട്ടിലുള്ളവരെന്ന് ചിന്തിച്ച് നിങ്ങളോട് അമ്മാമ എന്നാ പറയുന്നത്? എന്നാ അച്ഛാ വരുന്നത്? എന്നാ മിണ്ടാത്തെ? നമ്മുടെ വിളി കട്ടിയാക്കണം. അയ്യോ മണവാള, എന്റെ പോക്കറ്റിലോട്ട് പോരട്ടെ, ശമ്പളം വർദ്ധിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ വർദ്ധിക്കട്ടെ, ഇതല്ല പറയേണ്ടത്. എന്റെ കർത്താവേ, നീ എപ്പോഴാ വരുന്നത്? എന്റെ പ്രിയനെ, നിന്റെ കാണാൻ എനിക്ക് കൊതിയാകുന്നു എന്ന് പറയുന്ന ഒരു തലമുറ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ,
ഹല്ലേലൂയ. തായോ 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 എന്നുള്ള പരിപാടി നിർത്തിയിട്ട് കർത്താവേ, ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? എന്റെ മണവാളിനെ ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒരു കാര്യം അപേക്ഷിക്കുന്നു. എന്താ അപേക്ഷിച്ചത്? അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അപേക്ഷിച്ചത് തന്റെ എന്റെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. അത് തന്നെ ഞാൻ ആഗ്രഹിക്കുക. ഇന്ന് പ്രസംഗം കേൾക്കുമ്പോൾ നിനക്ക് മണവാളിനോട് സ്നേഹമുണ്ടെങ്കിൽ നിന്റെ അകത്തൊരു കത്തൽ വരും. ആ സ്നേഹമൊന്നുമില്ല, ചുമ്മാതെ കർത്താവിന്റെ കയ്യിൽ ഇരിക്കുന്ന മേടിക്കാൻ ഇറങ്ങിയതാണെങ്കിൽ നിനക്ക് ഉറക്കവും ക്ഷീണമൊക്കെ വരും. കാരണം എന്നറിയാമോ? നിനക്ക് അവന്റെ ഉള്ളത് അറിഞ്ഞാൽ മതിയല്ലോ, അവന്റെ എന്തൊക്കെയുണ്ടെന്ന് അറിയണം. എന്നിട്ട് വേണമല്ലോ അവനെ ചാക്കിട്ട് പഠിക്കാൻ. അതിന്റെ ആവശ്യം മണവാളിനിടയ്ക്ക് ഇല്ല ബ്രദറെ. നീയും മണവാളിനും തമ്മിലുള്ള ബന്ധം ഓക്കെയാണെങ്കിൽ അവനെ ചാക്കിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അവന്റെ മുമ്പിൽ നിന്ന് വേറെ ഒന്നും നാടകം കാണിക്കേണ്ട ആവശ്യമില്ല. അവൻ തരേണ്ട സമയത്ത് നിനക്ക് തരിക തന്നെ ചെയ്യും. ആമേൻ, ആമേൻ. ഇന്ന് മേൽക്കാലം പ്രാർത്ഥിച്ചോ, നിന്റെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ഇതാണ് പ്രിയപ്പെട്ടവരെ ഒരു മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം, പിരിയാൻ മേലാത്ത ബന്ധം. അവൻ രാവിലെ 6 മണിക്കൊരു ബന്ധം. അതല്ല, 6 മണി മുതൽ നീ പിറ്റേ ദിവസം രാവിലെ 6 മണി വരെ നിന്റെ ചിന്ത മണവാളിനെ കുറിച്ചായിരിക്കണം. നിന്റെ ആഗ്രഹം മണവാളിനെ കുറിച്ചായിരിക്കണം. നിന്റെ വാക്കുകൾ മണവാളിനെ കുറിച്ചായിരിക്കണം. എന്റെ നാവ് തുറക്കുമ്പോൾ ഞാൻ എന്തിനെ കുറിച്ച് പറയും? നമ്മൾ ആരെ കൂടുതൽ സ്നേഹിക്കുന്നു അവരെ കുറിച്ചായിരിക്കും നമ്മുടെ വാക്കുകൾ. നമ്മൾ ആരെ കൂടുതൽ സ്നേഹിക്കുന്നു അവരെ കുറിച്ച് അറിയാനായിരിക്കും നമ്മുടെ ആഗ്രഹം. ഇന്ന് പിൽക്കാലം എത്ര പേർക്ക് പറയാൻ കഴിയും, ക്രിസ്തുവിന്റെ ഒരു നല്ല മണവാട്ടിയാണ് ഞാൻ. ഹല്ലേലൂയ. നീ ആരെ ഉണ്ടിട്ടു, നീ ഭൂതത്തെ ഇറക്കിയോ, ഇതൊന്നും അല്ല വിഷയം. നീ വിഷയം എന്ന് പറയുന്നത് നീയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധമാ. അവൻ നിന്റെ മണവാട്ടിയാണെങ്കിൽ നീ അവൻ നിന്റെ മണവാളിനാണെങ്കിൽ ആ മണവാളിനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം വരട്ടെ. സ്തോത്രം. യഥാർത്ഥ ഭാര്യയാണ് നിങ്ങളുടെ ഭാര്യയെങ്കിൽ ഇപ്പൊ നാട്ടിൽ വിളിച്ച് ചോദിക്കും, അച്ഛൻ ഇപ്പൊ എവിടെയാ? അച്ഛൻ ഇപ്പൊ ആരാധിച്ചോണ്ടിരിക്കുക. കാരണം പോരുന്നതിന് മുമ്പ് ഒരു മിസ് കോൾ അടിച്ച് പറഞ്ഞു, ഞാൻ ആരാധിക്കാൻ പോവാ. ആരാധന കഴിഞ്ഞു ഉടനെ അവൻ ഇവിടുന്ന് വിളിച്ചു, കഴിഞ്ഞു കേട്ടോ, ഇന്ന് ഇതായിരുന്നു പറഞ്ഞത്. അപ്പൊ അമ്മ വീട്ടിലിരിക്കുന്ന അമ്മച്ചോട് പറഞ്ഞു, അച്ഛനും ആരാധന കഴിഞ്ഞ് ഇറങ്ങി. വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ ഒരു മിസ് കോൾ. ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഈ സ്നേഹം നിനക്ക് ക്രിസ്തുവിനോടുണ്ടോ? ബ്രദറെ, ഭാര്യയുമായുള്ള കറക്റ്റ് ബന്ധമാണെങ്കിൽ ഇങ്ങനെയല്ലേ പോകുന്നത്? നീ ഇവിടുന്ന് പള്ളികൾ ഇപ്പം ഭാര്യ വിളിച്ചു, ഭാര്യ ഇപ്പം വിളിക്കുന്നത് അച്ഛൻ പള്ളിക്കകത്താന്ന് എനിക്കറിയാം, പള്ളി കഴിയുന്ന പത്രക്കാന്ന് എനിക്കറിയാം. പള്ളി കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോൾ വീണ്ടും ഒരു വിസടിച്ചു, അച്ഛാ അമ്മച്ചി അച്ഛൻ പള്ളി കഴിഞ്ഞു കേട്ടോ, ഇപ്പൊ വീട്ടിലോട്ട് പോവാ. എന്തുകൊണ്ടാ? അതവരുടെ സ്നേഹമാ കാണിക്കുന്നത്. അവൻ ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ ഭാര്യമാർ സകലതും വിട്ട് ഭർത്താവിനോടും ഭർത്താവ് സകലതും വിട്ട് ഭാര്യയോടും ചേരും. നമ്മൾ പള്ളിയിലൊക്കെ അടിച്ചുവിട്ട് പ്രസംഗിച്ചു. പൗലോസ് അതിന്റെ അവസാനം ഒരു വാക്ക് പറഞ്ഞു, ഇത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള അത്രയും ഞാൻ പറഞ്ഞത്. ക്രിസ്തുവും സഭയും തമ്മിൽ. എഫേസ്യ ലേഖനം 5 അവസാനം വിട്ടെ ഈ മർമ്മം പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചതിനെ പറയുന്നു. അതിനുള്ള വാക്യം അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ആമേൻ. ഇതൊക്കെ വായിച്ച് നമ്മൾ ഇങ്ങനെ പ്രസംഗിക്കും. അടുത്ത വാക്യം, ഈ മർമ്മം പറഞ്ഞു. ഈ മർമ്മം വലിയത്, ഇതാർക്കും അറിയത്തില്ല. ഇത് മർമ്മമായിരുന്നു. ഇത് വെളിപ്പാടിനാൽ വെളിപ്പെട്ട് കിട്ടിയ മർമ്മം. ഈ മർമ്മം വലുത്. എന്ത്? സഭയും ക്രിസ്തുവും ഉദ്ദേശിച്ചത്രേ പറഞ്ഞത്. അവൻ സകലത്തെയും വിട്ട് ക്രിസ്തുവിനോട് ചേരുന്നത്രേ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത്. അവൻ ലോകത്തെ വിട്ട്, ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എന്റെ പ്രിയനോടുകൂടെ ചേർന്നാൽ മതിയെന്ന് പറയുന്നതാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. എത്ര പറയാൻ കഴിയും? മണവാളിനോടുള്ള ആഴമായ സ്നേഹമുണ്ടോ? കിടത്തേക്ക് ഞാൻ ഒന്ന് തുമ്പ പറഞ്ഞ ഉദാഹരണം ഒന്നുകൂടെ പറയാം. ഇവിടുന്ന് ചേട്ടൻ വീട്ടിൽ നിന്ന് ക്യാമ്പ് ചെയ്ത് അല്ലെങ്കിൽ റൂമിൽ നിന്ന് പള്ളിയിലോട്ട് വരുമ്പോൾ ഒരു മിസ് അടിച്ചു, ഭാര്യയ്ക്ക് വിളിച്ച് പറഞ്ഞു, ഞാൻ പ്രയറിന് പോവാ. അപ്പൊ അമ്മ ചേച്ചിക്ക് അറിയാം ഇപ്പം ചേട്ടൻ പ്രയറില്ല. 10:30 പ്രയർ കഴിയുമ്പോൾ ചേട്ടൻ വീണ്ടും വിളിച്ചു, പ്രയർ കഴിഞ്ഞു. അപ്പം വീണ്ടും അവർ തമ്മിൽ സംസാരിച്ചു. എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് കാരണം അവർ തമ്മിലുള്ള സ്നേഹമാണ്. നിങ്ങൾ ആരോട് കൂടുതൽ സംസാരിക്കുന്നു അത് അവരുമായിട്ടുള്ള ബന്ധം. നീ രാവിലെ 6 മണിക്ക് കർത്താവെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു, വൈകിട്ട് സ്വോത്രം സൂക്ഷിച്ചതിനായി. അതല്ല ബ്രദറെ ബന്ധമെന്ന് പറയുന്നത്. ക്രിസ്തുവും നീ ഒന്നായി ജീവിക്കണം. ഒരു മനസ്സോടുകൂടെ, ഒരു ഹൃദയത്തോടുകൂടെ, ഒരു താല്പര്യത്തോടുകൂടെ, ഒരു ആഗ്രഹത്തോടുകൂടെ. എന്റേതായിട്ട് എനിക്കൊന്നുമില്ല, എല്ലാം എന്റെ ക്രിസ്തുവിന്റെ. മണവാളൻ്റെതായിട്ട് മണവാളിന്റെ ഒന്നുമില്ല, മണവാട്ടിൻ്റെതായിട്ട് മണവാട്ടിക്ക് ഒന്നുമില്ല, എല്ലാം ഒന്ന്. അങ്ങനെ ഒരു ജീവിതം. സ്തോത്രം. ഉറങ്ങുകയാണോ? ഇന്നു മുതൽ അങ്ങനൊരു ജീവിതം, ക്രിസ്തുവിനോടുകൂടെ ചേർന്നുള്ള ജീവിതം. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ചേ, നിങ്ങൾ കർത്താവുമായിട്ട് ഈ റിയൽ റിലേഷൻഷിപ്പ് വന്നാൽ നിങ്ങൾ എന്തിനേലും ഭാരപ്പെടേണ്ട ആവശ്യമുണ്ടോ?
എന്തിനെക്കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിനെക്കുറിച്ച് നിരാശപ്പെടേണ്ട ആവശ്യമുണ്ടോ? കാരണം പ്രാണപ്രിയൻ കൂടെ നിൽക്കുകയല്ലേ. അവന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഒന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. 24 ഒന്നിട്ടെ. ആമേൻ. ഞാൻ ഒരു കാര്യം മാത്രം അപേക്ഷിച്ചു. ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് ഇന്നു മുതൽ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും? എത്ര പേര് പ്രാർത്ഥിക്കും? എന്തോ പ്രാർത്ഥിച്ചേ? നിന്റെ മനോഹരത്വം കാണുവാനും അങ്ങനെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. നിന്റെ പൈസയല്ല എനിക്ക് വേണ്ടത്, നീ എനിക്ക് വേറെ ഒന്നുമല്ല തരേണ്ടത്. നിന്നെ മതി എനിക്ക്. നിന്നോട് കൂടെ എനിക്കിരുന്നാൽ മതി. നിന്റെ സാന്നിധ്യം മതി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആ മാറത്ത് ഒന്ന് ചേർന്ന് കിടന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് നീ ആ കൈയൊന്നെ തൊട്ടാൽ മതി എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഈ ഹോളിൽ എത്ര പേരുണ്ട്? ക്രിസ്തുവിന്റെ ഏക പുരുഷന് മണവാട്ടി, യഥാർത്ഥ മണവാട്ടിയുടെ സ്നേഹമായത്. യഥാർത്ഥ മണവാട്ടിക്ക് മണവാളിനെ കാണാതിരിക്കാൻ കഴിയത്തില്ല. യഥാർത്ഥ മണവാട്ടിക്ക് മണവാളിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. യഥാർത്ഥ മണവാട്ടിക്ക് മണവാളിനെ കാണണം, കേൾക്കണമെന്നുള്ള ഒരു ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. സഹോദര, നീ ക്രിസ്തു നിന്റെ മണവാളിനാണോ? നിന്റെ ആത്മ മണവാളിനാണോ? അങ്ങനെയെങ്കിൽ നീ ഒരു ദിവസം എത്ര പ്രാവശ്യം എല്ലാത്തിനേക്കാൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ നിന്നെ ഒരു ഡിന്നറിന് വിളിച്ചാൽ നീ ഏതിന് പ്രിഫറൻസ് കൊടുക്കും? ഡിന്നറിന് പ്രിഫറൻസ് കൊടുക്കുമോ അതോ സഭയ്ക്ക് പ്രിഫറൻസ് കൊടുക്കുമോ? ആമേൻ. നിനക്ക് സെൽ മീറ്റിംഗ് നടക്കുമ്പോൾ നീ ഏതിന് പ്രിഫറൻസ് കൊടുക്കും? ആ പ്രിഫറൻസ് ആണ് വിളിച്ചു പറയുന്നത്. മണവാളിനെയാണോ നീ കൂടുതൽ സ്നേഹിക്കുന്നത്? നീ ഏതിനെ സ്നേഹിക്കുന്നുവോ അതിന് നിന്റെ പ്രിഫറൻസ് പോയിരിക്കും. നീ ഏതിനെ കൂടുതൽ സ്നേഹിക്കുന്നു? ക്രിസ്തുവിനെ സ്നേഹിക്കുന്നെങ്കിൽ പ്രിഫറൻസ് മുഴുവൻ ക്രിസ്തു ആയിരിക്കും. താങ്ക് യു ജീസസ്. നീ ജോലിയാണ് സ്നേഹിക്കുന്നെങ്കിൽ നിന്റെ പ്രിഫറൻസ് മുഴുവൻ ജോലിയെ കുറിച്ചായിരിക്കും. നീ ഭാര്യയാണ് സ്നേഹിക്കുന്നെങ്കിൽ അവൻ ഭാര്യയ്ക്ക് എന്ത് തോന്നും എന്ന് നീ വിചാരിക്കും. ഭർത്താവിനെയാണ് നീ സ്നേഹിക്കുന്നെങ്കിൽ ഭർത്താവിന് എന്ത് തോന്നും? കർത്താവിനേക്കാൾ വലുതായി ഭാര്യയും ഭർത്താവിനെയും കാണാൻ പാടില്ല. അവരെ സ്നേഹിക്കേണ്ടെന്നല്ല, അവരെ കരുതണ്ടെന്നല്ല, അവരെ സൂക്ഷിക്കേണ്ടെന്നല്ല, പക്ഷെ കർത്താവിനേക്കാൾ വലിയൊരു ബന്ധമാകരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ മനോഹരത്തിൽ കാണാനും അങ്ങനെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. സഹോദര, നിന്റെ പ്രാർത്ഥന നിർത്തിയിട്ട് ഇതൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവെ സൂക്ഷിക്കണേ, കർത്താവേ ദായോ, കർത്താവെ അഭിവൃദ്ധി പോരട്ടെ, കർത്താവെ ഉയർച്ച പോരട്ടെ എന്നുള്ളത് ഇതൊക്കെ ദൈവം തരും. ഇതൊന്നും ഇല്ലെന്നല്ല പറഞ്ഞത്. പക്ഷെ നിന്റെ ആഗ്രഹം യേശുവിനോടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി ആകരുത്, അഭിവൃദ്ധിക്ക് വേണ്ടി ആകരുത്, അവനെ ഇരിക്കുന്നതിന് വേണ്ടി ആകരുത്. അവനോടുള്ള സ്നേഹമായിരിക്കണം. ക്രിസ്തു എന്ന ഏക പുരുഷന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന കന്യകയാണ് നമ്മൾ. ചാഞ്ചാടി നടക്കാനുള്ളതല്ല, നിന്റെ വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞു. വിശുദ്ധിയും വേർപാടും പാലിക്കണമേ, യേശുവിൻ കൂടെ നടക്കാം. വിശുദ്ധിയും വേർപാടും പാലിക്കണമേ, യേശുവിൻ